കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക 11-ന് പ്രഖ്യാപിക്കും. സാധ്യതാ പട്ടികയുമായി KPCC അധ്യക്ഷൻ ഡൽഹിയിലേക്ക് തിരിച്ചു. ഇരിക്കൂർ വിട്ട KC ജോസഫ് കാഞ്ഞിരപ്പള്ളിയിൽ ജനവിധി തേടാനാണ് സാധ്യത. സമ്മർദ്ദം ശക്തമായാൽ മൂവാറ്റുപുഴ വിട്ടു നൽകി കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതും ചർച്ചകളിലുണ്ട്. ഘടകകക്ഷികളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഏകദേശ രൂപമായി എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. ഏകദേശ രൂപമായി കഴിഞ്ഞു. ചില ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റും. ടെലിഫോൺ ചർച്ചകളിലൂടെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഫോണിലൂടെയുള്ള അവസാന റൗണ്ട് ചർച്ചകളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. ജോസഫ് പക്ഷം മൂവാറ്റുപുഴ സീറ്റെന്ന ആവശ്യം പൂർണ്ണമായും വിട്ടിട്ടില്ല. മൂവാറ്റുപുഴ ഇല്ലെങ്കിൽ ചാലക്കുടി എന്നതാണ് ജോസഫ് ക്യാമ്പിലെ ഇപ്പോഴത്തെ ചർച്ചകൾ. സമ്മർദ്ദത്തെ അതിജീവിക്കാനായില്ലെങ്കിൽ മൂവാറ്റുപുഴ വിട്ടുനൽകി കോതമംഗലം ഏറ്റെടുക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസ് ക്യാമ്പിലുമുണ്ട്. നാളെ ഇക്കാര്യത്തിൽ തീരുമാനം പ്രതീക്ഷിക്കാം. പട്ടാമ്പി സീറ്റ് വിട്ടുകൊടുക്കുന്നതിലെ പ്രയാസം കോൺഗ്രസ് ലീഗിനെ അറിയിച്ചിട്ടുണ്ട്. കയ്പമംഗലം RSPക്ക് തന്നെയാണോ എന്ന അനിശ്ചിതത്വം തുടരുകയാണ്. കാഞ്ഞിരപ്പള്ളി സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഇരിക്കൂർ വിട്ട KC ജോസഫിൻ്റെ പേരാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഒന്നാമത്തേത്. മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കാൻ KPCC അധ്യക്ഷന് ഇനിയും സമയമുണ്ടെന്ന് താരിഖ് അൻവർ. No, I don't think but he is the president of the party. He can take any decision. ഒന്നിലധികം പേരുള്ള സ്ഥാനാർത്ഥി പട്ടികയുമായി ഡൽഹിയിലെത്തുന്ന KPCC അധ്യക്ഷൻ നേതാക്കളുമായി ചർച്ച നടത്തും. 12 ജില്ലകളിലും വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും. 30-ലധികം സീറ്റുകളിൽ ഒരു പേര് മാത്രമാണ്. ഉമ്മൻചാണ്ടി നാളെ ഡൽഹിയിലെത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രി AK ബാലനെതിരെ പാലക്കാട് പടയൊരുക്കം. ഭാര്യ PK ജമീലയെ തരൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ പോസ്റ്ററുകൾ പതിച്ചാണ് പ്രതിഷേധം. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലും AK ബാലന്റെ വീടിന് മുന്നിലും തരൂർ മണ്ഡലത്തിലുമാണ് പോസ്റ്ററുകൾ. എന്നാൽ പോസ്റ്റർ ഒട്ടിച്ചവർ ഇരുട്ടിന്റെ സന്തതികളാണെന്നും വരുന്ന വാർത്തകളെല്ലാം അബദ്ധജടിലമാണെന്നും മന്ത്രി AK ബാലൻ പറഞ്ഞു. AK ബാലനെതിരെ സേവ് കമ്മ്യൂണിസം എന്ന പേരിലാണ് വ്യാപകമായി പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുള്ളത്. പാർട്ടി അധികാരം വെച്ച് മണ്ഡലത്തെ കുടുംബസ്വത്താക്കാൻ നോക്കിയാൽ നട്ടലിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അധികാരമില്ലെങ്കിൽ ജീവിക്കാനാവില്ലെന്ന തോന്നൽ തുടർഭരണത്തെ ഇല്ലാതാക്കും തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററുകളിലുള്ളത്. AK ബാലന്റെ മണ്ഡലമായ തരൂരിലും പോസ്റ്ററുകൾ വ്യാപകമാണ്. ഉറപ്പാണ് LDF, അറപ്പാണ് കുടുംബവാഴ്ച എന്നതാണ് തരൂരിലെ പോസ്റ്ററുകളിൽ ഉള്ളത്. ഞങ്ങളെ അറിയുന്ന സ്ഥാനാർത്ഥി മതിയെന്നും PKS നേതാവ് പൊന്നുക്കുട്ടനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. എന്നാൽ പോസ്റ്ററുകൾ പതിച്ചത് ഇരുട്ടിന്റെ സന്തതികളാണെന്നും വരുന്ന വാർത്തകൾ അബദ്ധജടിലമാണെന്നും AK ബാലൻ പറഞ്ഞു. അപ്പോൾ ഇരുട്ടിൻ്റെ സന്തതികളാണ്. ഈ സേവ് CPIM ഫോറോ ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. കേരളത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതിന് വർഗശത്രുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു സംഘടനയാണത്. ആ സാധനം ഇപ്പം ഇല്ല. ഇനി ഒരു CPIM സേവ് എന്നൊക്കെ പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രംഗത്ത് വരുന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. AK ബാലന്റെ ഭാര്യ ഡോക്ടർ PK ജമീലിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം വലിയ പ്രതിഷേധത്തിനാണ് കാരണമായിട്ടുള്ളത്. ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വലിയ വിമർശനം ഉയർത്താനാണ് നേതാക്കളുടെ നീക്കം. ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനെ ഒഴിവാക്കിയതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഡോക്ടർ PK ജമീലിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മന്ത്രി AK ബാലനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ വിമർശനം കണക്കിലെടുത്ത് ഇവരെ മാറ്റി നിർത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. ചേലക്കര സീറ്റിൽ സിറ്റിംഗ് MLA UR പ്രദീപിനെ മാറ്റി K രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ പോസ്റ്റർ പ്രതിഷേധം. K രാധാകൃഷ്ണൻ ചേലക്കരയിൽ വേണ്ട, UR പ്രദീപിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കണം എന്നിങ്ങനെയാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. UR പ്രദീപിന്റെ വീട് ഉൾപ്പെടുന്ന ദേശമംഗലം, വരവൂർ എന്നിവിടങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. BJPയുടെ പ്രചാരണ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് തലസ്ഥാനത്ത് നിർണായക ചർച്ചകൾ നടക്കും. BJPയുടെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയ്ക്കും ഇന്ന് അന്തിമ രൂപമാകും. വൈകിട്ട് നടക്കുന്ന വിജയയാത്രയുടെ സമാപന സമ്മേളനത്തിലും അമിത്ഷാ പങ്കെടുക്കും. അമിത്ഷാ പങ്കെടുക്കുന്ന കോർ കമ്മിറ്റി യോഗത്തോടെ പ്രചാരണ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപമാകും. കേന്ദ്ര ഏജൻസികൾക്കെതിരെ വലിയ വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ആഭ്യന്തരമന്ത്രി BJPയുടെ പ്രചരണ തന്ത്രങ്ങൾ ഒരുക്കാൻ കേരളത്തിലെത്തിയത്.
BJPയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവും അമിത്ഷാ പ്രഖ്യാപിക്കും. ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ മുൻനിര നേതാക്കൾ എല്ലാവരും മത്സരിക്കാൻ ധാരണയായിരുന്നു. ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തോടെ പ്രാഥമിക പട്ടികയ്ക്ക് അന്തിമരൂപമാകും. ഓരോ മണ്ഡലത്തിലും 2 പേരെ വീതം ഉൾപ്പെടുത്തിയ പട്ടികയാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുന്നത്. എന്നാൽ കോർ കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു പേര് മാത്രം നിർദ്ദേശിക്കും. വി മുരളീധരൻ മത്സരിക്കുന്നില്ലെങ്കിൽ കെ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. സുരേന്ദ്രനെ കോന്നിയിലും പരിഗണിക്കുന്നു. ഇ ശ്രീധരനെ പാലക്കാടും തൃപ്പൂണിത്തുറയിലുമാണ് പരിഗണിക്കുന്നത്. സുരേഷ് ഗോപിയെ തൃശൂരിലും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലും പരിഗണിക്കുന്നുണ്ട്. നേമത്ത് കുമ്മനം, കാട്ടാക്കട PK കൃഷ്ണദാസ് എന്നിവർ സ്ഥാനാർത്ഥികളാകും. AP അബ്ദുള്ളക്കുട്ടി മലപ്പുറത്തും സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കിഫ്ബിക്കെതിരായ ED കേസിൽ മുഖ്യമന്ത്രി നൽകിയ പരാതിയിൽ ഇടപെടാനാകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അന്വേഷണം മാർച്ച് മുതൽ നടക്കുന്നതാണെന്നും ഇടപെടാനാവില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ പ്രതികരിച്ചു. അന്വേഷണം നടക്കുന്ന കേസുകളിൽ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി കമ്മീഷന് ഇടപെടാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലീഷ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. കള്ളക്കടത്ത് നിരീക്ഷിക്കലാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജോലിയെന്നാണ് മുഖ്യമന്ത്രി കരുതിയിരിക്കുന്നത്. എന്നാൽ വിദേശകാര്യ മന്ത്രാലയമല്ല, ധനകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ചെയ്യേണ്ടത്. ഇച്ഛാശക്തിയുള്ള ധനകാര്യ വകുപ്പ് ഉള്ളതുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് പിടിച്ചത്. കസ്റ്റംസ് കമ്മീഷണർ എന്തിന് മറുപടി നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം വിഡ്ഢിത്തമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇനി ഒരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.